UDF ഭരിക്കുന്ന പെരുമ്പാവൂർ അർബൻ സഹകരണ ബാങ്കിൽ 150 കോടിയുടെ തട്ടിപ്പ് ആരോപിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ പെരുമ്പാവൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അർബൻ സഹകരണ ബാങ്കിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണാ സമരവും നടത്തി. സാധാരണക്കാരായ ജനങ്ങളുടെ ആശ്രയമായിരുന്നു പെരുമ്പാവൂർ അർബൻ സഹകരണ ബാങ്ക്. അന്നന്ന് പണിയെടുത്ത് ലഭിക്കുന്ന പണം ഡെയിലി കളക്ഷനിലൂടെ ബാങ്കിൽ അടച്ച് മക്കളുടെ വിദ്യാഭ്യാസത്തിനും വിവാഹത്തിനും വീട് പണിക്കും വേണ്ടി സ്വരൂപിച്ച പണം തിരികെ ലഭിക്കാതെ നൂറുകണക്കിന് നിക്ഷേപകർ ദിവസവും ബാങ്കിൽ കയറിയിറങ്ങുകയാണ്. കുറഞ്ഞ വിലയുള്ള ഭൂമി ഈട് കാണിച്ചു കോടികൾ തട്ടിയെടുത്ത ആളുകളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക, ബാങ്ക് ഡയറക്ടർ, ബോർഡ് മെമ്പർമാർ ബാങ്കിൽ നിന്നും കൈവശപ്പെടുത്തിയ ലോണിന്റെ വിവരങ്ങൾ പുറത്തുവിടുക, അനധികൃതമായ ലക്ഷങ്ങളും കോടികളും ലോൺ നൽകുവാൻ കൂട്ടുനിന്ന ബാങ്ക് ജീവനക്കാർക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ നിയമ നടപടി സ്വീകരിക്കുക, സാധാരണക്കാരായ നിക്ഷേപകരുടെ പണം അടിയന്തരമായി തിരിച്ചു നൽകുവാൻ ബാങ്ക് ഭരണസമിതി തയ്യാറാകുക, ബാങ്ക് ജീവനക്കാരുടെയും ഉദ്യോഗസ്ഥരുടെയും സഹകാരികളോടുള്ള വെല്ലുവിളി അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഡിവൈഎഫ്ഐ മാർച്ച് സംഘടിപ്പിച്ചത്. അർബൻ ബാങ്കിന് മുൻപിൽ പോലീസ് മാർച്ച് തടഞ്ഞതിനെ തുടർന്ന് പോലീസും പ്രകടനത്തിൽ പങ്കെടുത്തവരും തമ്മിൽ ചെറിയ ഉരസലുണ്ടായി. ബാങ്കിന് മുൻപിൽ ചേർന്ന പ്രതിഷേധ ധർണാ സമരത്തിൽ ഡിവൈഎഫ്ഐ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി പ്രസിഡന്റ് PK സനൂപ് അധ്യക്ഷനായി. ഡിവൈഎഫ്ഐ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അജിത് സ്വാഗതം പറഞ്ഞു. ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് അനീഷ് M. മാത്യു ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. ഈ നാട്ടിലെ പ്രിയപ്പെട്ട നാട്ടുകാരായിട്ടുള്ള ആളുകളൊന്ന് ചിന്തിച്ചു നോക്കണം. ഇവിടെ നിക്ഷേപം നടത്തിയിരിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് അംബാനിയോ ബിർലയോ ടാറ്റയോ ഒന്നുമല്ല, മറിച്ച് ഈ സഹകരണ ബാങ്കിൽ ബാങ്കുകളിൽ നിക്ഷേപം നടത്തുന്നത്. ഇങ്ങനെ സഹകരണ ബാങ്കുകളിൽ നിക്ഷേപം നടത്തി അതേ തുക തന്നെയാണ് സഹകരണ ബാങ്കുകൾ ഏതെങ്കിലും ഒരാളുടെ മകൾ അത്താഴപ്പട്ടിണിക്കാരൻ ഒരു ലോൺ എടുക്കാൻ വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം നൂലാമാലകൾ പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള ആളുകളെ മാറ്റി നിർത്തുന്ന ആളുകൾ ഒരാധാരം വെച്ചുകൊണ്ട് 20 പേർക്ക് ലോൺ കൊടുക്കുകയാണ്. ഫോട്ടോസ്റ്റാറ്റ് എടുത്തും മറച്ചും തിരിച്ചും കാണിച്ചുകൊണ്ട്. എവിടെ നിന്നായി പൈസ? CPIM ഏരിയ കമ്മിറ്റി അംഗം KE നൌഷാദ് സമരത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. അടിയന്തരമായി ഇതിനൊരു പരിഹാരം കണ്ടെത്തി നിക്ഷേപകർക്ക് പണം തിരികെ നൽകിയില്ലെങ്കിൽ അതിശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് ഡിവൈഎഫ്ഐ ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കൊച്ചിവട്ടം.